സോ മൊഡ്യൂൾ 3 ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ ഈ മൊഡ്യൂൾ 3 മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രീ, എന്താണ് ബൈനറി സെർച്ച് ട്രീ, അതേപോലെ തന്നെ കുറച്ച് ബേസിക് ടെർമിനോളജീസും, ദെൻ അതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ്, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീ ഓർഡർ, ഇൻ ഓർഡർ ആൻഡ് ഓൾസോ പോസ്റ്റ് ഓർഡർ. ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ട്രീ അല്ലേ. സോ ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഹൈറാർക്കിയൽ ഡാറ്റ സ്ട്രക്ചറാണ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നോഡ് കണക്റ്റഡ് ബൈ എഡ്ജസ്. ഈ ഒരു 1 2 3 4 5 6 7 എന്ന് പറയുന്നത് എന്താണ്, നോഡുകളാണ്. അതിലെ കണക്ട് ചെയ്യണ ഒരു ലൈൻ കണ്ടോ, അതാണ് എന്ത്, എഡ്ജസ്. സോ നോഡ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണുന്ന ആൾക്കാരാണ് എന്ത്, നോഡുകൾ. അതിനെ ഒരു ബ്ലാക്ക് ലൈൻ വെച്ച് കണക്ട് ചെയ്തതൊക്കെ അതിൻ്റെ എഡ്ജസ് ആണ്. സോ 1 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്, അതൊരു ലൈൻ വെച്ചാണ് കണക്ഷൻ കൊടുക്കുന്നത്. ആ ലൈനാണ് എന്ത്, എഡ്ജ്. ഒരു ട്രീക്ക് എന്തൊക്കെ ഉണ്ടാവും, ഒരു നോഡ് ഉണ്ടായിരിക്കും അഥവാ എഡ്ജ് ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം ട്രീൻ്റെ സ്ട്രക്ചർ നോക്കുക. ട്രീ എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയൽ ഡാറ്റ സ്ട്രക്ചറാണ്. അതെന്ത് സ്റ്റോർ ചെയ്യുന്നു, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നു അല്ലേ. ഹൈറാർക്കിയൽ സ്റ്റൈലിൽ നമ്മുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണത് ഈ ഒരു ട്രീ ആണ്. ട്രീ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഡാറ്റ സ്ട്രക്ചറാണ്. ഇറ്റ്സ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ കമ്പയർ ടു അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക് ആൻഡ് ക്യൂ. സോ നമ്മുടെ ഒരു ട്രീ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈറാർക്കിയൽ സ്ട്രക്ചറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. നമ്മളിപ്പോൾ നോട്ട്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യും, അതേപോലെ തന്നെ അതിനെ കണക്ട് ചെയ്യണ ഒരു എഡ്ജസും എല്ലാ ട്രീയിലും ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് കുറച്ച് അതിൻ്റെ ടെർമിനോളജീസ് നോക്കി നോക്കാം. ഫസ്റ്റ് എന്താണ് നോഡ്. നോഡ് എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ABCD പറഞ്ഞ എലമെൻറ്റ്സ് ആണ് എന്ത്, നോഡ് അല്ലേ. റൂട്ട് നോഡ് എന്താണ്, നമ്മുടെ സ്റ്റാർട്ടിങ് എലമെൻ്റ് ആരാണ്, ഇവിടെ സ്റ്റാർട്ടിങ് എലമെൻ്റ് ആരാണ്. ഇപ്പം ഈ ഒരു ഡയഗ്രം നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ടിങ് എലമെൻ്റ് ആരാണ്, A ആണ് സ്റ്റാർട്ടിങ് എലമെൻ്റ് അല്ലേ. സോ A ഈസ് ദി റൂട്ട് നോഡ്. നമ്മുടെ സ്റ്റാർട്ടിങ് എലമെൻ്റ് ആരാണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് നോഡ് ഏതാണെന്ന് വെച്ചാൽ അതാണ് എന്ത്, നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. എല്ലാ ട്രീക്കും ഒരു റൂട്ട് നോഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് എഡ്ജ് എന്താണ്, ഒരു ലിങ്ക് അല്ലേ. ലിങ്ക് ബിറ്റ്വീൻ 2 നോഡ്സ്, 2 നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് എന്ത്, എഡ്ജസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ A to B, B to D എന്നൊക്കെ പറയുന്നത് ഒരു ലൈൻ വെച്ചാണ് ഡിവൈഡ് ചെയ്തേക്കണത്, ഒരു കണക്ഷൻ വന്നേക്കണത്. ആ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഡ്ജ്. നെക്സ്റ്റ് എന്താണ് പാരലൽ നോക്കി നോക്കാം. നോഡ് വിത്ത് ബ്രാഞ്ചസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അല്ലേ. നോഡിന് എന്തുണ്ട്, ഇപ്പോൾ ഇവിടെ നോക്കി നോക്കുക, A, B, C, E, G. ഇപ്പോൾ A എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അടിയിലേക്ക് എന്തുണ്ട്, അതിൻ്റെ നോഡുകളുണ്ട് അല്ലേ. അടിയിലേക്ക് ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്നത് അടിയിലേക്ക് എന്തുണ്ട്, നോഡുകളുണ്ട്. ബിക്ക് അടിയിലേക്ക് നോഡുകളുണ്ട്, സിക്ക് അടിയിലേക്ക് നോഡുകളുണ്ട്, ഇക്ക് ഉണ്ട് അല്ലേ, ജിക്ക് ഉണ്ട്. അങ്ങനെ അടിയിലേക്ക് വരുന്ന ആൾക്കാർ അല്ലേ, അത് ചിൽഡ്രൻ ഉണ്ടാവുന്ന ആൾക്കാർ, അതാണ് ആര്, അതാണ് എന്ത്, പാരൻ്റായിട്ട് നമ്മൾ സോ പാരൻ്റ് എന്താ പറഞ്ഞു, അതായത് നമ്മൾ ഒരു നോഡിൻ്റെ താഴോട്ട് സബ് നോഡുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതതിൻ്റെ പാരൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ പാരൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആണ് അല്ലേ. ഒരു നോഡിൻ്റെ അണ്ടറിൽ വേറെ ഏതെങ്കിലും നോഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് പാരൻ്റ് നോഡായിരിക്കും. ചൈൽഡ് നേരെ ഓപ്പോസിറ്റാണ്. ചൈൽഡ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, B എന്ന് പറഞ്ഞ നോഡിൻ്റെ ചൈൽഡാണ് അല്ലേ. എയിൻ്റെ ചൈൽഡാണ് ആര്, B. ദെൻ എയിൻ്റെ ചൈൽഡാണ് C. ദെൻ E എന്ന് പറയുന്നത് ആരുടെ ചൈൽഡാണ്, ബിൻ്റെ ചൈൽഡാണ്. D എന്ന് പറയുന്നത് ആരുടെ ചൈൽഡാണ്, ബിൻ്റെ ചൈൽഡാണ്. F എന്ന് പറയുന്നത് ആരുടെ ചൈൽഡാണ്, ബിൻ്റെ ചൈൽഡാണ്. അതിപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇപ്പോൾ ഒരു ഐഡിയ എങ്ങനെ ഇരിക്കും, അത് ബോട്ടം ടു ടോപ്പാണ് അല്ലേ. ഒരു നോഡിൻ്റെ മേലെ വേറെ ഏതെങ്കിലും നോഡ് ഉണ്ടെങ്കിൽ അതെന്താണ്, ചൈൽഡ് നോഡാണ്. കാരണം അതിൻ്റെ താഴെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണെങ്കിൽ ആ ഒരു നോഡിൻ്റെ മേലെ വേറെ ഏതെങ്കിലും നോഡ് ഉണ്ടെങ്കിൽ അതെന്ത് നോഡാണ്, ചൈൽഡ് നോഡാണ്. ചൈൽഡ് നോഡ് എന്ന് പറയുന്നത് ഒരു നോഡിൻ്റെ ടോപ്പിൽ വേറെ നോഡ് ഉണ്ടെങ്കിൽ അത് ചൈൽഡ് നോഡാണ്. നെക്സ്റ്റ് നോക്കാം സിബ്ലിങ്സ് എന്താ നോക്കി നോക്കാം. സിബ്ലിങ്സ് എന്ന് പറയുന്നത് സിബ്ലിങ്സ് എന്താ നോക്കി നോക്കാം. സിബ്ലിങ്സ് എന്ന് പറയുന്നത് ചൈൽഡ് നോഡ് ഓഫ് സെയിം പാരൻറ്റ് അല്ലേ. ചൈൽഡ് നോഡ് ഓഫ് സെയിം പാരൻറ്റ് എന്ന് പറയുന്നത് B ആൻഡ് C എന്താണ്, സിബ്ലിംഗ് ആണ്. ഡിയും ഇയും F എന്താണ്, സിബ്ലിംഗ് ആണ്. ജിയും H എന്താണ്, സിബ്ലിംഗ് ആണ് അല്ലേ. സെയിം ചൈൽഡ് ഫ്രം എ
സിംഗിൾ നോഡ് അല്ലേ? കാരണം അതൊരു സിംഗിൾ ഒരു സെയിം നോഡിൽ നിന്ന് വരണ 3 ചിൽഡ്രൻസ് ആണ്. അപ്പോൾ അവരെന്തായി മാറും? സിബ്ലിങ്സായി മാറും അല്ലേ? കാരണം ബി എന്ന് പറഞ്ഞ ഒരൊറ്റ നോഡിൻ്റെ ചിൽഡ്രനാണ് ആരൊക്കെയൊക്കെ? ഡി, ഇ, എഫ്. അപ്പോൾ അവരുടെയൊക്കെ പാരൻ്റ് ഒരാളാണ് അല്ലേ? സെയിം ആണ്, ഡിഫറെൻ്റ് അല്ല. അപ്പോൾ അവരൊക്കെ എന്താണ്? സിബ്ലിങ്സ് ആണ്. ദെൻ നെക്സ്റ്റ് നോക്കുക ലീഫ്. ലീഫ് എന്താണ്? അതായത് നോഡിന് ചൈൽഡ് നോഡ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ലീഫ് നോഡാണ്. ഇപ്പോൾ ഡി എന്താണ്? ലീഫ് നോഡാണ്. അതിന് താഴെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഐ എന്താണ്? ലീഫ് നോഡാണ്. അതിന് താഴെ ആരെങ്കിലും ഉണ്ടോ? സോ ലീഫ് നോഡ് എന്താ വെച്ചാൽ അതായത് നോഡിൻ്റെ അടിയിൽ ചിൽഡ്രൻസ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ നോഡാണ് എന്ത്? ലീഫ് നോഡ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ അറിയാം ഡി ലീഫ് നോഡാണ്, ഐ ലീഫ് നോഡാണ്, ജെ ലീഫ് നോഡാണ്, കെ ലീഫ് നോഡാണ്, ആൻഡ് ഓൾസോ എച്ച് ലീഫ് നോഡാണ്. കാരണം ഡീൻ്റെ അടിയിൽ ആരുമില്ല, ഐൻ്റെ അടിയിൽ വേറെ അതർ നോട്ട്സ് ഇല്ല, ജെയിൻ്റെ അടിയിൽ വേറെ നോട്ട്സ് ഇല്ല. അപ്പോൾ അതൊക്കെയാണ് എന്ത്? ലീഫ് നോഡ്. നെക്സ്റ്റ് നോക്കുക ഇൻറ്റേർണൽ നോട്ട്സ്. ഇൻറ്റേർണൽ നോട്ട്സ് എന്ന് പറയുന്നത് ലീഫ് നോഡ് അല്ലാത്ത ബാക്കി എല്ലാ നോഡുകളും എന്താണ്? ഇൻറ്റേർണൽ നോട്ട്സ് ആണ്. ഇവിടെ ഡി, ഐ, ജെ, കെ, എച്ച് മാത്രമാണ് എന്ത്? ലീഫ് നോഡുകൾ. ബാക്കിയുള്ള എല്ലാ നോഡുകളും എന്താണ്? ഇൻറ്റേർണൽ നോഡുകളാണ്. നെക്സ്റ്റ് നോക്കുക ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് എത്ര മാക്സിമം നമ്പർ ഓഫ് ചൈൽഡ് നോഡ്, ഇതിൽ എത്ര ചൈൽഡ് നോഡ് ഉണ്ട് എന്നാണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഡിഗ്രി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഡിഗ്രി ഓഫ് എ എത്രയാ? 2. ഡിഗ്രി ഓഫ് ബി എത്രയാ? 3. എത്ര മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ ആ നോഡിനുണ്ട്? അപ്പോൾ എയിൽ എത്ര ഉണ്ട്? 2 ബിയും സിയും. ബിന് എത്ര ഉണ്ട്? ഡി, ഇ, എഫ്. സോ ദാറ്റ് ഈസ് ഡിഗ്രി. മാക്സിമം ഡിഗ്രി ഓഫ് എ നോഡ് ഇസ് ഡിഗ്രി ഓഫ് ട്രീ. ഇവിടെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 0, 1, 2, 3 അല്ലേ? എ എന്ന് പറയുന്നത് 0, ബി സി എന്ന് പറയുന്നത് 1, ഡി, ഇ, എഫ്, ജി, എച്ച് എന്ന് പറയുന്നത് 2. ദെൻ ലാസ്റ്റ് പറയുന്നത് ഐ, ജെ ആൻഡ് ഓൾസോ കെ എന്ന് പറയുന്നത് 3. ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പാത്തിൻ്റെ കാര്യമാണ്. എന്താണ് പാത്ത് എന്നുള്ളതാണ്. സോ പാത്ത് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നോഡ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. നമ്മുടെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വരെയുള്ള ട്രാവൽ ചെയ്യുന്ന നോഡുകൾ ഉണ്ടാവുമല്ലോ. സോ അവരെന്നെ പറയുന്നത് എന്ത്? പാത്ത്. അവർ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഇതിനാണ് എന്ത് പറയുക? പാത്ത് എന്ന് പറയുക. സോ നമ്മുടെ സോഴ്സ് ആരാണ്? ഇവിടെ എ ആണ്. ഡെസ്റ്റിനേഷൻ ഇവിടെ ആരാണ്? കെ ആണ്. അപ്പോൾ നമ്മൾ എ മുതൽ കെ വരെയുള്ള നമ്മുടെ ട്രാവൽ എങ്ങനെയാണോ വരുന്നത്? ഇപ്പോൾ എയിൽ നിന്ന് ബിക്കാണ് ബി, അല്ലെങ്കിൽ എ ടു സി, സി ടു ജി, ജി ടു കെ. ഒരു സിമ്പിൾ പാത്താണത് അല്ലേ? അതാണ് എന്ത്? പാത്ത്. സബ് ട്രീ എന്ന് പറയുന്നത് നോഡ് വിത്ത് ചൈൽഡ് നോഡ് ഫോം സബ് ട്രീ അല്ലേ? അതായത് ഒരു നോഡിൽ അവിടെ ചൈൽഡ് നോഡ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു സബ് ട്രീ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ലെവലാണ്. ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈറാർക്കി. ട്രീയിൽ എത്ര ഹൈറാർക്കി? ഇവിടെ എത്ര ലെവലുണ്ട്? 0, 1, 2, 3 അല്ലേ? 3 ലെവൽസ് ആണുള്ളത്. നെക്സ്റ്റ് ഹൈറ്റ് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം ലീഫ് നോഡ് ടു ദാറ്റ് നോഡ് ഇസ് ഹൈറ്റ്. അതായത് ഒരു ലോങ്ങസ്റ്റ് പാത്ത് ഏത് മുതൽ ഇതുവരെ? ലീഫ് നോഡിൽ നിന്ന് നമ്മുടെ അതായത് എത്രയാണോ നോഡ് വെച്ചാൽ ആ നോഡ് വരെ. ഇവിടെ ബീൻ്റെ ഹൈറ്റ് എത്രയാണ്? 2 ആണ്. എയിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 ആണ്. അതെങ്ങനെ ഹൈറ്റ് കൗണ്ട് ചെയ്യുക? താഴെ ഇത് മുകളിക്കല്ലേ? 0, 1, 2, 3. ദ നെക്സ്റ്റ് ഡെപ്ത്ത്. ഡെപ്ത്ത് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം റൂട്ട് നോഡ് ടു ദാറ്റ് നോഡ്. അതായത് ആ റൂട്ട് നോഡിൽ നിന്ന് അതുവരെയുള്ള ഒരു നോഡ് വരെയുള്ള ഒരു പാത്ത്, അതാണ് എന്ത്? ഡെപ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. ബീൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം. ഇതാണ് ട്രീ. ഇതാണ് ട്രീൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ പി എന്ന് പറയുന്നത് എന്താണ്? റൂട്ടാണ്. അതിൻ്റെ കണക്ഷൻസ് കണ്ടോ? ഈ P2R അല്ലെങ്കിൽ P2Q എന്ന് പറഞ്ഞ കണക്ഷൻസ് ഉണ്ട്. അതൊക്കെയാണ് എന്ത്? അതിൻ്റെ എഡ്ജ്. ദെൻ ഹൈറ്റ് നോക്കുക. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ? ഹൈറ്റ് ഓഫ് ദി ട്രീ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ട്രീൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സബ് ട്രീ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ് ട്രീ ആണ്. പിന്നെ ഇവിടെ നോക്കുക എൽ എന്ന് പറഞ്ഞിട്ട് പാരൻറ്റ്. അപ്പോൾ ഇവിടെ പാരൻറ്റ് നോക്കി, എല്ലാണ് ഇവിടുത്തെ പാരൻറ്റ്, ഇയും എഫും ജി എന്നാണ് ഇവരുടെ ചിൽഡ്രൻ ആണ്. എന്നിട്ട് നോക്കുക. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് പാരൻ്റാണ്. ദെൻ എയും ബി എന്താണ്? ചിൽഡ്രൻ ആണ്. എയും ബി എന്താണ്? സിബ്ലിങ്സും ആണ്. ദെൻ സിബ്ലിങ്സ് മീൻസ് ചിൽഡ്രൻ ഫ്രം ദി സെയിം പാരൻറ്റ്. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ബൈനറി ട്രീ എന്താണെന്നാണ്. ബൈനറി ട്രീ എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറാണ്. എന്ത് പ്രത്യേകിച്ചാൽ ഓരോ നോഡിനും എന്തുണ്ടാവും? അറ്റ്മോസ്റ്റ്
2 ചിൽഡ്രനെങ്കിലും ഉണ്ടായിരിക്കും. ദെൻ ഇതിൽ പറയുന്നത് ട്രീയും ബൈനറി ട്രീയും വ്യത്യാസം എന്താ വെച്ചാൽ ട്രീ എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ ആണല്ലേ, അത് ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറാണ്. റൂട്ട് വാല്യൂ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ചിൽഡ്രൻ ഉണ്ടായിരിക്കും, പാരൻ്റ് ഉണ്ടായിരിക്കും. ദെൻ ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ എന്താ വെച്ചാൽ പാരൻ്റ് നോഡ് എന്തായിരിക്കും, അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ നോഡുകൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ട്രീയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരൻ്റ് നോഡ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ചൈൽഡ് നോഡ് അല്ലേ, പാരൻ്റ് നോഡിന് ഒന്നിൽ കൂടുതൽ ചിൽഡ്രൻ നോഡ്സ് ഉണ്ടായിരിക്കും. മറ്റൊടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബൈനറി ട്രീയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എ പാരൻ്റ് നോഡ് ക്യാൻ ഹാവ് മാക്സിമം ഓഫ് 2 ചൈൽഡ് നോഡ്സ്. ദെൻ നമുക്കറിയാം ടൈപ്സ് ഓഫ് ബൈനറി ട്രീ. കംപ്ലീറ്റ് ബൈനറി ട്രീ എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ each level I except the last has 2 raised to I nodes and the nodes at the last level are all left aligned. സോ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫിലെടുത്തു എന്ന് വിചാരിക്കുക അല്ലേ. സോ ഫുള്ളി കണക്റ്റഡ് എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും എന്താണ് ഈക്വലി റേഷ്യോ വരണമാണ് എന്തും ഫുള്ളി കണക്റ്റഡ്, അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ കണക്ഷൻസ് കംപ്ലീറ്റഡ് ആയിരിക്കും. അതാണ് എന്ത് കംപ്ലീറ്റ് ബൈനറി ട്രീ. സോ കംപ്ലീറ്റ് ബൈനറി ട്രീ ലെഫ്റ്റ് ടു റൈറ്റ് അറ്റ് എ ടൈം ഒരു ലെവലിൽ ഉണ്ടായിരിക്കുള്ളൂ, ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, നമ്മുടെ ലെവല് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഈ നോഡ് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും, പുതിയ ലെവലിന് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യുന്നതാണ്. സോ കംപ്ലീറ്റ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് എന്തായിരിക്കും, ഫുള്ളായിരിക്കും. ലെഫ്റ്റ് സൈഡിൻ്റെ ഹൈറാർക്കി ഫുള്ളായിരിക്കും, റൈറ്റ് സൈഡിന് എന്തായിരിക്കില്ല, ഫുള്ളായിരിക്കും, കംപ്ലീറ്റഡ് ആവാത്ത പോലെ ഉണ്ടാവും. അതായത് ലെഫ്റ്റ് ആവും കൂടുതലുണ്ടാവുക, ലെഫ്റ്റിൻ്റെ ഒരു റേഷ്യോ നോക്കിയാൽ ലെഫ്റ്റാണ് കൂടുതലുണ്ടാവുക. അതാണ് എന്ത് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ദെൻ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീ അല്ലേ. ലിങ്ക് റെപ്രസെൻറ്റേഷൻ ബൈനറി ട്രീ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലിങ്ക്ഡ് ഡാറ്റ സ്ട്രക്ചറിൽ ബൈനറി ട്രീ എന്ന് പറയുന്നത് എന്താണ്, 3 പാർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ എലമെൻറ്റ് ലെഫ്റ്റ് റൈറ്റ് അല്ലേ, ഈ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത്. ലെഫ്റ്റ് ആണ് സമയത്ത് എന്താണ് ബൈനറി ട്രീ ലെഫ്റ്റിലോട്ട് ബിൽഡ് ചെയ്യും അല്ലേ, സ്ട്രക്ട് നോഡ് സ്റ്റാർ ലെഫ്റ്റ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ സ്ട്രക്ട് നോഡ് സ്റ്റാർ റൈറ്റ്. അത്രയേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റ ലെഫ്റ്റും ഉണ്ടാവും റൈറ്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയണത് എന്താ വെച്ചാൽ ട്രാവേഴ്സലാണ്. ബൈനറി ട്രീയിൽ 3 തരം ട്രാവേഴ്സലുള്ളത്, പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. സോ പ്രീ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. ഇൻ ഓർഡർ എന്ന് പറയുന്നത് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. പോസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. അതാണ് അതിൻ്റെ ടേംസ്. സോ പ്രീ ഓർഡർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് സബ് ട്രീക്ക് പോവുക, പിന്നെ എവിടെ പോകണം, റൈറ്റ് സബ് ട്രീയിലോട്ട് പോകണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, ട്രീനെ നള്ളാക്കി വയ്ക്കുക, ദെൻ ട്രീക്ക് ഡാറ്റ കൊടുക്കുക, ആ ഡാറ്റനെ ആദ്യം ലെഫ്റ്റേക്ക് വിസിറ്റ് ചെയ്യുക, ദെൻ നമ്മൾ റൈറ്റിലോട്ട് വിസിറ്റ് ചെയ്യുക, കഴിഞ്ഞു. അതാണ് എന്ത് നമ്മുടെ പ്രീ ഓർഡർ വരിക. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ 1 വിസിറ്റ് ചെയ്തു, ദെൻ 2 വിസിറ്റ് ചെയ്തു, 4 വിസിറ്റ് ചെയ്തു, 8 വിസിറ്റ് ചെയ്തു, പിന്നെ നേരെ ട്രാവേഴ്സ് ചെയ്ത് 5 വിസിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. ദെൻ എവിടെ പോകണം, റൈറ്റ് സൈഡ് പോകണം. 3, 6, 9 വിസിറ്റ് ചെയ്തു, പിന്നെ 9 ട്രാവേഴ്സ് ചെയ്ത് 6ലോട്ട് പോയി, 6ൽ നിന്ന് എവിടേക്ക് പോകണം, 10ലോട്ട് പോകണം അല്ലേ. 10 വിസിറ്റ് ചെയ്തു, 10ൽ നിന്ന് ട്രാവേഴ്സ് 6ക്ക് പോയി, ദെൻ 6ൽ നിന്ന് വീണ്ടും എവിടേക്ക് പോയി, 7ലോട്ട് പോയി. പിന്നെ ബാക്കിയൊക്കെ ചെക്ക് ചെയ്യുക, എല്ലാം വിസിറ്റർ അല്ലേ നോക്കാം, എല്ലാ നോഡും എന്താണ് വിസിറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇൻ ഓർഡർ ആണ്. ഇൻ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം നമ്മൾ ലെഫ്റ്റ് സബ് ട്രീനെ വിസിറ്റ് ചെയ്യണം, പിന്നെ റൂട്ട് നോഡിനെ വിസിറ്റ് ചെയ്യണം, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സബ് ട്രീനെ വിസിറ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ട്രീ അൺലാക്കി വെച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് എൻ്റെ ലെഫ്റ്റിലോട്ട് പോയി, ഏറ്റവും ലെഫ്റ്റിലെ എൻഡിലോട്ട് പോയി. സോ ഇവിടുത്തെ ലെഫ്റ്റത്തെ എൻഡ് എന്ന് പറയുന്നത് 8 ആണ്. ദെൻ എവിടെ പോയി, റൂട്ടിലോട്ട് പോകണം അല്ലേ. ദെൻ 8ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. 4ലോട്ട് പോയി, 4ൽ നിന്ന് എവിടെ പോയി, 2ലോട്ട് പോയി, 2ൽ നിന്ന് എവിടെ പോയി, നമ്മൾ പറഞ്ഞു റൈറ്റ് സബ് ട്രീക്ക് പോകണം അല്ലേ. റൈറ്റ് സബ് ട്രീക്ക് എന്ത് ചെയ്തു, പോയി 5ലോട്ട് പോയി. പിന്നെ 5ൽ നിന്ന് ഇടയ്ക്ക് പോകണം, വീണ്ടും നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക, പിന്നെ ഇടയ്ക്ക് പോകണം, റൂട്ട് നോഡ് എന്ന് പറഞ്ഞു അല്ലേ, റൂട്ട് നോഡിലോട്ട് പോവുക, 1ലോട്ട് പോയി. ദെൻ 1ൽ നിന്ന് ഇടയ്ക്ക് പോകണം, ഇതേപോലെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞു അല്ലേ, 9ലോട്ട് പോയി, 9 6, ദെൻ 6ൽ നിന്ന് അവിടെ പോകണം,
10 പോകണം. ഈ റൂട്ട് ലെഫ്റ്റ് വെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് വെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 9 ലെഫ്റ്റ് ആണെങ്കിൽ 6 അതിൻ്റെ എന്താണ് റൂട്ടാണ്. അതിൻ്റെ റൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ 10 പോവാം. ദെൻ 10 വീണ്ടും 6 വന്നു. ദെൻ 6 എവിടേക്ക് പോയി? 10 പോയി അല്ലേ. 10 അവിടെ പോയി, 3 പോയി, 3 7 പോയി. അതാണ് എന്ത് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ദെൻ നെക്സ്റ്റ് ട്രാവേഴ്സൽ പറയുന്നത് എന്താ വെച്ചാൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണ്. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രത്യേകത, ഇവിടെ ആദ്യം നീളം നമ്മൾ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സബ് ട്രീനെ ട്രാവേഴ്സ് ചെയ്തിട്ട് റൈറ്റ് സബ് ട്രീയിലോട്ട് പോകണം. ദെൻ അറ്റ് ലാസ്റ്റാണ് എന്താണ് നമ്മൾ റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം ട്രീ നള്ളാക്കി ഫസ്റ്റ് ലെഫ്റ്റ് സബ് ട്രീയിലോട്ട് പോയി. സോ ഇവിടെ 8 ലെഫ്റ്റ് ആരാണ്? 8 ആണ്. ദെൻ നെക്സ്റ്റ് അവിടെ പോകണം 8 4 പോകണം. 4 അവിടെ പോകണം 5 പോകണം. കാരണം നമ്മൾ പറഞ്ഞു റൈറ്റ് സബ് ട്രീ 5 പോയി. പിന്നെ അവിടെ പോകണം റൂട്ട് നോഡായ 2 പോകണം 2. അപ്പം ദെൻ 2 അവിടെ പോകണം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം 9 ലെഫ്റ്റ് സബ് ട്രീ ഫസ്റ്റ് അല്ലേ. 9 പോയി, 9 10 പോയി, 10 6 പോയി. ദെൻ 6 7 പോയി, 7 അവിടെ പോയി, 3 പോയി. അറ്റ് ലാസ്റ്റ് എന്താണ് 1 പോവുള്ളൂ. റൂട്ട് നോഡ് എപ്പോഴും എവിടെ വരുള്ളൂ? ഏറ്റവും ലാസ്റ്റ് റൂട്ട് നോഡ് വരുള്ളൂ. അതാണ് എന്ത് പോസ്റ്റ് ഓർഡർ. സോ ഇതാണ് എന്ത് ഇൻ ഓർഡർ, പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇതാണ് അല്ലേ, ബൈനറി സെർച്ച് ട്രീ ആണ്. എന്താണത്? സോ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നതാണ് ഒരു ക്ലാസ്, ബൈനറി ട്രീയുടെ ക്ലാസ് ആണ്. ഇൻ വിച്ച് നോട്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ അല്ലേ. നോട്ട്സുകളൊക്കെ ഒരു സ്പെസിഫിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിനാണ് എന്ത് പറയുക? ഓർഡേർഡ് ബൈനറി ട്രീ. നോഡുകളൊക്കെ ഒരു സ്പെസിഫിക് പൊസിഷൻസിൽ അറേഞ്ച് ചെയ്യാൻ എന്ത് പറയുക? നമ്മൾ ഓർഡേർഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. സോ ബൈനറി സെർച്ച് ട്രീയിൽ എന്തുണ്ട്? വാല്യൂസ് ഓഫ് ഓൾ ദി നോട്ട്സ് ഇൻ ലെഫ്റ്റ് സബ് ട്രീസ് ലെസ് ദാൻ ദി വാല്യൂസ് ഓഫ് റൂട്ട്. റൂട്ടിൻ്റെ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും എന്ത് നമ്മുടെ ലെഫ്റ്റ് സബ് ട്രീയിലെ വാല്യൂസ്. ദെൻ അതേപോലെ തന്നെ വാല്യൂ ഓഫ് നോഡ് ഇൻ റൈറ്റ് സബ് ട്രീ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാല്യൂ ഓഫ് റൂട്ട്. റൂട്ടിലെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലും ഈക്വലും ആയിരിക്കും എന്ത് റൈറ്റ് സബ് ട്രീയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക അല്ലേ. 8ൻ്റെ ലെഫ്റ്റ് സൈഡ് ചെറുതായിരിക്കും, 8ൻ്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും, ആൻഡ് എന്തായിരിക്കും 8നെക്കാട്ടിലും കൂടുതലും ആയിരിക്കും. അതായത് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്പറേഷൻ ക്രിയേഷനാണ്. ക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ നോഡുകളും ക്രിയേറ്റ് ചെയ്ത് പോകണം എന്ന് പറയുക ക്രിയേഷൻ എന്ന് പറയാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം 43 എടുത്തു. 43ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആരെ ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. അപ്പോൾ 10 എന്ന് പറയുന്നത് എവിടെ വരും? ചെറുതാണ്. 14നെക്കാൾ ചെറുതായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ വന്നു. നെക്സ്റ്റ് എന്താണ്? 79 എന്ന് പറയുന്നത് 14നെക്കാൾ എന്താണ്? കൂടുതലാണ് അല്ലേ. അപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് എന്ത് വരിക? അതിൻ്റെ ക്രിയേഷൻ വരിക. സോ 43ൻ്റെ റൈറ്റ് സൈഡിൽ ആര് വന്നു? 79 എന്ന് പറഞ്ഞിട്ട് വന്നു. ദെൻ സ്റ്റെപ്പ് 4 നോക്കുന്ന സമയത്ത് 90 എന്ന് പറഞ്ഞാൽ 79നെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ 79ൻ്റെ റൈറ്റ് സൈഡിൽ ആര് വന്നു? 90 വന്നു. 12 എന്ന് പറയുന്നത് എന്താണ്? 10നെക്കാട്ടിലും കൂടുതലാണ്. സോ 10ൻ്റെ റൈറ്റ് സൈഡിൽ 12 വന്നു. 54 എന്ന് പറയുന്നത് എന്താണ്? 54 എന്ന് പറയുന്നത് 79നെക്കാട്ടിലും കുറവാണ്. അപ്പോൾ 79 ലെഫ്റ്റ് സൈഡിൽ ആരെ കൊണ്ടിടണം? 54നെ കൊണ്ടിടണം. 11 എന്ന് പറയുന്നത് എന്താണ്? 12നെക്കാട്ടിലും ചെറുതാണ്. 12 ലെഫ്റ്റ് സൈഡിൽ ആരിടണം? 11 ഇടണം. ദെൻ 9 എന്ന് പറഞ്ഞാൽ എവിടെ ഇടണം? 10ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരിടുക? 9 ഇടുക. 50 എന്ന് പറഞ്ഞാൽ എവിടെ ഇടണം? നമ്മൾ 54 ഇട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരിടണം? 50 ഇടണം. അങ്ങനെ എന്താണ് ക്രിയേറ്റ് ചെയ്ത് പോവാം നമ്മൾ. നെക്സ്റ്റ് എന്താണ്? സെർച്ചിങ് ആണ് അല്ലേ. സെർച്ചിങ് എന്ന് പറയുന്നതാണ് ടു ഫൈൻഡ് വെദർ എ ഗിവൺ വാല്യൂസ് പ്രസൻറ്റ് ഇൻ ദ ട്രീ ഓർ നോട്ട്. നമ്മൾ കൊടുക്കുന്നൊരു വാല്യൂ ആ ട്രീയിൽ ഉണ്ടോ ഇല്ലേ നമ്മൾ ചെക്ക് ചെയ്യാനാണ്. സോ നമ്മൾ ആരെ സെർച്ച് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 7 സെർച്ച് ചെയ്യുമെന്ന് വിചാരിക്കാം. ആദ്യം നമ്മൾ ആരെ കമ്പയർ ചെയ്തു? 20 കമ്പയർ ചെയ്തു. 20 ആണോ? അല്ല. ദെൻ 5 നോക്കി, ദെൻ 1 നോക്കി, 15 നോക്കി, 9 നോക്കി. അറ്റ് ലാസ്റ്റ് നമുക്ക് ആരെ കിട്ടി? 7 കിട്ടി അല്ലേ. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? നമ്മൾ 7 കണ്ടുപിടിച്ചു. നമ്മൾ ആ പ്രോഗ്രാമിൽ ഈ ഒരു ഗ്രാഫിൽ 7 ഉണ്ട്, പ്രസൻ്റ് ആണ് ഈ ട്രീയിലെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഇൻസേർട്ട് ചെയ്യാനാണ്. ഇൻസേർട്ട് 7 പറഞ്ഞു. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗിവൺ വാല്യൂവിൻ്റെ നോക്കാം. ആ ഗിവൺ വാല്യൂ എത്രയാണ്? കുറവാണോ കൂടുതലാണോ ഫസ്റ്റ് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ 7 എന്ന് പറഞ്ഞിട്ട് നോഡുണ്ട്. ആ നോഡിനെ എവിടെ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ? 9ൻ്റെ ലെഫ്റ്റിലാണ് ആരെ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ? ഈ 7 പറഞ്ഞ നോഡിനെ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. വേറെ 7 റൈറ്റ് സൈഡ് ഫിക്സ് ചെയ്യാൻ പാടുമോ? ഇല്ല. ലെഫ്റ്റ് സൈഡിലും എവിടെ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ? 9ൻ്റെ ലെഫ്റ്റിലായിട്ട് ഫിക്സ് ചെയ്യാം. അങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ഡിലീഷൻ എന്ന് പറയുന്നത് നമുക്ക്
എന്താ പറയുക, കുറച്ച് മെത്തേഡ് കേസിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഇല്ലാത്ത നോഡുകൾ ഡിലീഷൻ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആരെ ഡിലീറ്റ് ചെയ്യണം? 13 എന്ന് പറഞ്ഞ നോഡിനെ ഇവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വല്ല പണിയുണ്ടോ? ഇല്ല, ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ? നമ്മുടെ ട്രീയിലുള്ള മാറ്റം വരുമോ? ഇല്ല, ട്രീ അങ്ങനെ തന്നെ ഉണ്ടാവും, അതിൽ വേറെ ചേഞ്ച് ഒന്നും വരില്ല. നേരെ മറിച്ച് നമുക്ക് ഇടയത്തെ ഒരു സിംഗിൾ ചൈൽഡുള്ള ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തുണ്ടാവുക? 50 എന്ന് പറഞ്ഞ നോഡിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ 55 എവിടേക്ക് കയറും? 60 കയറും. കണ്ടോ ചേഞ്ച് കണ്ടോ? അതായത് ട്രീൻ്റെ സ്ട്രക്ചർ ചേഞ്ച് വന്നില്ലേ? അതാണ് ഇതിൽ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? 2 ചിൽഡ്രനിലോടത്ത് നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? നമുക്കിപ്പോൾ 10 എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ എന്താവും? നമ്മൾ 10 നേരെ റൂട്ട് നോഡാവും, 40 നേരെ റൈറ്റ് സൈഡാവും, 13 നേരെ ലെഫ്റ്റ് സൈഡാവും അല്ലേ? അങ്ങനെ ചേഞ്ച് വരും. ഇടയെന്നൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മോളിക്ക് എന്ത് ചെയ്യും? അത് കയറി വരും. അതാണ് എന്ത്? ഡിലീഷൻ. 3 കേസ്: നോ ചൈൽഡ്, 1 ചൈൽഡ്, 2 ചൈൽഡിൻ്റെ കേസ് ഇങ്ങനെയാണ് വരിക. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ട്രീ. അപ്ലിക്കേഷൻ ഓഫ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഫോൾഡേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ HTML ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റൽ മോഡലാണ്, നെറ്റ്വർക്ക് റൂട്ടിങ്, സിൻടാക്സ് ട്രീ കമ്പൈലർ, ഓട്ടോ കറക്റ്റ് ആൻഡ് സ്പെൽ ചെക്കർ, നെക്സ്റ്റ് മൂവ് ഇൻ ഗെയിംസ്. അപ്പോൾ എയിലും നെക്സ്റ്റ് മൂവ്സ് സ്റ്റോർഡ് യൂസിങ് ട്രീ ഡാറ്റ സ്ട്രക്ചർ. ദെൻ ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? ട്രീ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് ഡാറ്റ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ കമ്പൈലർ കൺസ്ട്രക്ഷൻ. ട്രീസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഡിസൈന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതിൽ ഫയൽ സിസ്റ്റം ഡയറക്ടറീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രീയിൽ എന്തുണ്ടാവും? കോംപ്ലക്സ് ഡാറ്റകൾ ഉണ്ടായിരിക്കും. അതേപോലെ ഇൻറ്റീജർ വാല്യൂസ്, ക്യാരക്ടർ വാല്യൂസ്, കോംപ്ലക്സ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ മെയിൻ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണത്. സോ നമ്മുടെ മൊഡ്യൂൾ 3 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.